കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം അത് വായിക്കുന്നതിന് മുമ്പ് 13-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം 13:1, ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്യൂണിറ്റീവ് സൈനാണിത്. ദൈവമക്കൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തെ അറിയുന്ന, ദൈവത്തോട് ബന്ധം ആഗ്രഹിക്കുന്ന, ദൈവവിശ്വാസമുണ്ട് എന്ന് അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നല്ലൊരു ഡെഫിനിഷനാണ്, നമുക്കെല്ലാം അറിയാം. അതായത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ്. ഇറ്റ്സ് ആൻ അഷ്വറൻസ്. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടങ്ങുകയാണ്. ആര്? നമ്മളിങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഈ ലോകത്തിലെ സൃഷ്ടികളുടെ ഇടയിൽ ജീവിച്ച് ഓടി നടക്കുകയാണ്. അന്വേഷിച്ച് നടക്കുക. എന്ത്? ഏറ്റവും നല്ല പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക, ഇടിവിട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം 2 പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങണം. യൂട്യൂബ് ചാനൽ ലോകത്തെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞുങ്ങൾ. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അവരുടെ പ്രത്യാശ മുഴുവനും സ്വർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാന കാര്യം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ വിശ്വാസമാർജിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ വളരണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സന്ധ്യയിൽ ആ ഒരു ചെറിയ ചിന്ത മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ആരാധന പൂർത്തിയാക്കാം. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഈ കോവിഡ് കാലം എന്ന് പല ചിന്തകളുണ്ടാകുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാകേണ്ടത്, എല്ലാ ആഴ്ചയിലും ഞാനിത് ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? ആദ്യമേ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ വിജയിക്കുകയുള്ളൂ. ദൈവം തൻ്റെ പ്രോജക്റ്റുകളെ മാത്രമേ ആശീർവദിക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം തകർന്നു പോകും. ഇത് നമ്മൾ വിശ്വസിക്കണം. ഈ ഭൂമിയിൽ നമുക്കറിയാം, ലോകം മുഴുവനും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഉൽപ്പാദകക്ഷമത, ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. ബിസിനസ് മേഖലയിൽ എടുത്ത് നോക്കിയേ, ആളുകൾ ലോകത്തിൽ ഏറ്റവും നല്ല സാധനങ്ങളും ഏറ്റവും നല്ല പ്രൊഡക്റ്റും അവർക്ക് ഉണ്ടാകണം. അങ്ങനെ ബിസിനസ് പിടിക്കണം, പ്രൊഡക്ടിവിറ്റി. ചിലർ ഈ ലോകത്തിൽ ഓടുന്നത് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സിനിമ എടുത്താലും, കലയെടുത്താലും, പാട്ടെടുത്താലും, സാഹിത്യമെടുത്താലും, അതിലൂടെ എല്ലാം മനുഷ്യൻ്റെ ശ്രദ്ധയെന്ന് പറയുന്നത് നേട്ടങ്ങൾ കൊയ്തെടുക്കുക, എഫിഷ്യൻ്റ് ആകുക. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല എഫിഷ്യൻസി, അത് സർവീസ് സെക്ടറാണെന്നുണ്ടെങ്കിൽ, സേവന മേഖലയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് എഫിഷ്യൻ്റ് ആകുക, ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആകുക. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളിന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഏറ്റവും നല്ല നേട്ടം കൊയ്തെടുക്കുക, 100-ൽ 100 മാർക്ക് വാങ്ങിക്കുക. ഞാനൊരു കോളേജ് നടത്തി. അവിടെയും 5 വർഷത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലൊരു കോളേജാക്കി മാറ്റുക, നാക് അക്രഡിറ്റേഷനൊക്കെ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെയും നമ്മളുടെ എല്ലാ അധ്വാനങ്ങളുടെയും വീടിൻ്റെയും നമ്മളുടെ പഠനത്തിൻ്റെയും എല്ലാം ലക്ഷ്യം. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല കോൺഗ്രിഗേഷൻ, ഏറ്റവും നല്ല പള്ളി, ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല കോളേജ്, ഏറ്റവും നല്ല ബിസിനസ്, ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ, അങ്ങനെ ഈ ലോകത്തിൽ എഫിഷ്യൻസിക്ക് വേണ്ടി, പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി, അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി, നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ റിയാലിറ്റി ഷോകളെല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ്? അച്ചീവ്മെൻറ്റ്സ്, ഏറ്റവും കൂടുതൽ ലൈക്കുകൾ, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുക. ഇതാണ് എല്ലാ മനുഷ്യൻ്റെ മനസ്സിൽ പിശാച് തന്നൊരു ചിന്ത. ഇപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു പ്രശ്നമാണിത്. പള്ളികൾക്ക് പറ്റിയ പ്രശ്നം ഇതാണ്. ഏറ്റവും നല്ല പള്ളി, മുന്തിയ പള്ളി ഉണ്ടാക്കുക, തൊട്ടപ്പുറത്തെ പള്ളിയേക്കാളും ഭേദപ്പെട്ട പെരുന്നാൾ നടത്തുക, നാട്ടുകാരെ മുഴുവനും നല്ല പെരുന്നാൾ നടത്തി ആളുകളെ കാണിക്കുക.
ഇങ്ങനെ കേമന്മാരാകാൻ ഉള്ള ശ്രമത്തിൽ ദൈവത്തിന് മനസ്സിലായി എൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം പ്രൊഡക്ടിവിറ്റി ഉള്ള എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ട്, സ്കൂളുകളെല്ലാം അടച്ചിട്ട്, കോളേജുകളെല്ലാം അടച്ചിട്ട്, നമ്മുടെ പള്ളികൾ അടച്ചിട്ട്. പള്ളിക്കകത്ത് കയറിയാലല്ല ഈ മദ്ബഹായുടെ മിനുക്കുമണികൾ കാണാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരു പള്ളി കോടികൾ പണിതിട്ടതാണ്. അന്ന് തുടങ്ങിയ കൊറോണ എങ്ങനെയോ കുതാശ കഴിഞ്ഞ് അങ്ങനെ പുറത്തുള്ള കുറേ ലൈറ്റുകൾ കാണാം. അതിനകത്ത് എത്ര പേർക്ക് കയറാൻ പറ്റി? മനുഷ്യന്റെ മുൻപിലെ ഈ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ, എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, ഇത് ദൈവം മുൻപാകെ നിൽക്കുമ്പോൾ ഒരിക്കലും ദൈവം നീ എന്തുമാത്രം പ്രൊഡക്റ്റീവായിരുന്നു എന്ന് ചോദിക്കത്തില്ല. ഒരിക്കൽ മരിച്ച് സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ദൈവം ചോദിക്കത്തില്ല, മോനെ നീ എത്ര പ്രൊഡക്റ്റീവായിരുന്നു അവിടെ, നീ എന്തുമാത്രം എഫിഷ്യൻ്റ് ആയിരുന്നു, എന്തുമാത്രം ട്രോഫി നിനക്ക് കിട്ടി, എന്തുമാത്രം കയ്യടി കിട്ടി, എത്ര പേര് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇത് ദൈവം ചോദിക്കത്തില്ല. ദൈവം ചോദിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവം ചോദിക്കുന്നത് നിനക്ക് ഞാൻ തന്ന ഛായ, ദ ഇമേജ്, ദ ലൈക്ക്നെസ്, ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം എന്തുമാത്രം നീ വളർത്തി. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നീ പരിപൂർണനായി വളർന്നോ? നീ വിശുദ്ധിയിൽ വളർന്നോ? പ്രിയപ്പെട്ടവർ, ദൈവം ചോദിക്കുന്നത് ഈ ലോകം മുഴുവനും ഓട്ടട ഓട്ടം. നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും CBSE ICSE സിലബസ് പഠിപ്പിച്ച് അവനെ ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ, വിദേശത്താക്കാൻ, അങ്ങനെ നമ്മൾ നെട്ടോട്ടം ഓടി 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 നമ്മുടെ ഒരു വിവാഹം നടന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ തുണി, സ്വർണം, മേക്കപ്പ്, കാറുകൾ, ആഡംബരങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നപ്പോൾ, ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് നഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന് വേദനയായി. ദൈവം ഇതെല്ലാം പൂട്ടി. എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. ഞാനത് വീഡിയോയിലൂടെ കാണുകയാണ്, ഓൺലൈൻ. കാറുകൾ തന്നെ എന്തോരം വില കൂടിയ കാറുകൾ, ഒരു 6-7 കാറുകൾ, എല്ലാത്തിലും ഒരാൾ ഡ്രൈവർ, 2 പേര്. പ്രിയപ്പെട്ടവർ, ഇത് ഇന്നലെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇതെല്ലാം ദൈവം അങ്ങോട്ട് അടച്ചുപൂട്ടും. നീ വളരെ എഫിഷ്യൻ്റ് ആണ്, ശരിയാ. നീ വളരെ നേട്ടം കൊയ്യുന്നവനാണ്, ശരിയാണ്. നീ വളരെ മിടുക്കനാണ്, ശരിയാണ്. പക്ഷേ ദൈവത്തിന് ഈ കുഞ്ഞിനെ ഒരു പാഠം പഠിപ്പിക്കണം. മോനെ, ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ നിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ല ദൈവത്തിന് പ്രധാനം. ദൈവത്തിന് വേണ്ടത് നീ എന്തുമാത്രം ക്രിസ്തുവിൽ വളർന്നു, നീ എന്തുമാത്രം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഈ ഭൂമിയിൽ വളർന്നു, നീ എന്തുമാത്രം വിശുദ്ധിയിൽ വളർന്നു. അതുകൊണ്ടാണ് ഈശോ സങ്കടത്തോട് പറഞ്ഞത്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്തു ഫലം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഇതിനെല്ലാം ഒരു അവധി കൊടുത്തു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ശ്രദ്ധ ഈ ബിസിനസ്സിൽ നിന്ന്, പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന്, നേട്ടങ്ങളിൽ നിന്ന്, ഈ റിയാലിറ്റി ഷോകളിൽ നിന്ന് മാറി ദൈവത്തെങ്കിലേക്ക് വരണം. ഇത് നന്മയുള്ള ഒരു ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തെ ശപിക്കരുത്, ദൈവത്തെ പഴിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ് ഇത്. ഇറ്റ്സ് എ പ്യൂണിറ്റീവ് സൈൻ. അത് ഒരു ശിക്ഷണ നടപടിയാണ്, ശിക്ഷയല്ല, ശിക്ഷണ നടപടി. പ്യൂണിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ നല്ല അപ്പന്മാർ, കുടുംബത്തിലെ അപ്പന്മാർ കുടുംബത്തിൽ പിറന്ന മക്കൾക്ക് ശിക്ഷണം കൊടുത്ത് വളർത്തും. പലതരം മതി പറ ഹാലേലുയാ. അപ്പോൾ നമ്മൾ ഈ ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കണം. ഇതാണ് നമ്മുടെ വിഷയമെന്ന്. വിശ്വസിക്കണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാശത്തിൻ്റെ അല്ല, ദുരന്തത്തിൻ്റെ അല്ല, തകർച്ചയുടെ അല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണിത്. ഹാലേലുയാ. ഇത് വിശ്വസിക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്ത, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ള, ദൈവത്തിൻ്റെ ക്ഷേമത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാനൊരു കൃപ കിട്ടണം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹാലേലുയാ. ഈശോയെ, ഒരു പ്രത്യേക അഭിഷേകം തരണമേ അപ്പ. ഞങ്ങളുടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഈ ലോകത്തിൽ നിന്ന് അങ്ങയിലേക്ക് വളരട്ടെ അപ്പ. അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയുണ്ടാകട്ടെ. അങ്ങയെക്കുറിച്ച് ചിന്തിക്കാൻ, വിചാരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ സാദൃശ്യത്തിൽ
അങ്ങയുടെ രൂപത്തിൽ ഞങ്ങൾ വളരട്ടെ. അപ്പാ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്താണ് വിശ്വാസം? ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഒരു ഡെഫിനിഷനാണ് വിശ്വാസം. ഹെബ്രായർക്കുള്ള ലേഖനം 11:1. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം അത് വായിക്കുന്നതിന് മുമ്പ് 13-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം 13:1, ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഭോഷത്തരത്തിൻ്റെ ഡിഗ്രി ഒന്നും കൊടുക്കണ്ട. അവർ ജന്മനാ ഭോഷരാണ്, ദൈവത്തെ അറിയാത്തവർ. ദൈവത്തെ അറിയാത്തവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇത് സമ്മാനമായിട്ട് കൊടുക്കണ്ട ഭോഷത്തരം. അവർ സ്വയമേ ഭോഷരാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്യൂണിറ്റീവ് സൈനാണിത്. ദൈവമക്കൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തെ അറിയുന്ന, ദൈവത്തോട് ബന്ധം ആഗ്രഹിക്കുന്ന, ദൈവവിശ്വാസമുണ്ട് എന്ന് അഭിമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നല്ലൊരു ഡെഫിനിഷനാണ്, നമുക്കെല്ലാം അറിയാം. അതായത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ്. ഇറ്റ്സ് ആൻ അഷ്വറൻസ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, ഇറ്റ്സ് എ കൺവിക്ഷൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ആത്മീയ ജീവിതം എല്ലാം പോയി, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ എന്നാ പറ്റി? എനിക്ക് വിശ്വാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതെന്താ? എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ പറഞ്ഞു, തോന്നലല്ല വിശ്വാസം. ഫെയ്ത്ത് ഈസ് നോട്ട് എ ഫീലിംഗ്. വിശ്വാസം ഒരു തോന്നലല്ല, വിശ്വാസം ഒരു വികാരമല്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വികാര പ്രകടനമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തമായി ഇന്ന് പഠിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. ഇറ്റ്സ് ആൻ അഷ്വറൻസ്, ഒരു തീർച്ച. ഹൃദയത്തിൽ ഈ തീർച്ച ഉണ്ടാകും. ഇത് നമ്മൾ സൃഷ്ടിക്കുന്നതല്ല, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഉറപ്പ് ദൈവം അങ്ങ് തരും. ചിലരുടെ ഹൃദയത്തിലേക്ക് ഈ ഉറപ്പ് അങ്ങോട്ട് തരും. ഇറ്റ്സ് ആൻ അഷ്വറൻസ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, കൺവിക്ഷൻ. അവനെ മാറ്റാൻ പറ്റില്ല. ഞാൻ ഒന്നിനൊരു സംഭവം പറയാം. വിശുദ്ധ കുർബാന ഞാൻ ചൊല്ലി കയ്യിലേക്ക് അപ്പം എടുത്തിട്ട് പറയാണ്, പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കൈകളിൽ അപ്പമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാണ്. സ്വാഭാവികമായിട്ടും വിശ്വാസികൾ എന്താണ് വിശ്വസിക്കുന്നത്? ആ അപ്പം ആ നിമിഷം ദൈവത്തിൻ്റെ വചനം പുരോഹിതനിലൂടെ അപ്പത്തിൽ നിവേശിപ്പിക്കപ്പെട്ടു. അപ്പം എന്തായി? ഈശോയുടെ തിരുശരീരമായി മാറി. എന്നാൽ ഈ തിരുശരീരം കുർബാന കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്നതിന് മുൻപ് അതിനെ ശാസ്ത്രീയമായി കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയാൽ അത് ഈശോയുടെ ശരീരമാണോ? അല്ല. കെമിക്കൽ പരീക്ഷണം നടത്തിയാൽ പിന്നെയും നമുക്കറിയാം ഇറ്റ്സ് ബ്രെഡ്. വീഞ്ഞ് ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് കുർബാന മേശയിൽ വെച്ചതിന് ശേഷം നമ്മളിത് പാനം ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്നു എന്താണത്? ഈശോയുടെ തിരുരക്തം. പക്ഷേ ഒരു കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയാൽ നമുക്കറിയാം അതെന്താണ്? വൈനാണ്. പക്ഷേ നമ്മുടെ ചങ്കിൽ ഒരു ഉറപ്പുണ്ട്. ഇത് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചുടുനീണമാണ്. 33 വയസ്സുള്ള എനിക്ക് വേണ്ടി കാൽവരിയിൽ നുറുക്കപ്പെട്ട ദൈവപുത്രൻ്റെ ശരീരമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഒരു ബ്രദറുണ്ട്. ബ്രദറിൻ്റെ പേര് തോമസ് എന്നാണ്. അദ്ദേഹം കുമിളി പ്രദേശത്താണ് താമസിക്കുന്നത്. അദ്ദേഹം ഈ കൊറോണ കാലത്ത് പള്ളിയെല്ലാം പൊട്ടിയപ്പോൾ വേദനയോടെ ഈ കുർബാന കൂടാൻ ആഗ്രഹിച്ചു. വികാരി അച്ഛനോട് പറഞ്ഞപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഇത് കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ ആയി ചൊല്ലിയാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പ്രൈവറ്റായിട്ട് കുർബാന ചൊല്ലുന്നേ ഉള്ളൂ. പ്രിയമുള്ളവർ, ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം അന്വേഷിച്ചു എവിടെ കുർബാനയുണ്ട്. അദ്ദേഹത്തിൻ്റെ മലനിരകൾക്കിടയിൽ അദ്ദേഹം തെരഞ്ഞു പിടിച്ചു വനാന്തരത്തിൽ ഒരു വൈദികൻ ഇരിപ്പുണ്ട്. അങ്ങനെ
ആ വനത്തിനുള്ളിലിരിക്കുന്ന ഒരു ആശ്രമത്തിലെ വൈദികൻ കുർബാന ചൊല്ലുന്ന സമയം രാവിലെ 6:30. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ വനത്തിൻ്റെ അരികിൽ അച്ഛൻ പറഞ്ഞു, വന്നേരം. ആ അച്ഛൻ അറിയത്തില്ല ഈ മനുഷ്യൻ ഇവിടുന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 72 കിലോമീറ്റർ അകലെയാണ് ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്നത്. ഒരു കോട്ട് പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ 2 വീലറിൽ 72 കിലോമീറ്റർ അങ്ങോട്ടും തിരികെ 72 കിലോമീറ്റർ ഇങ്ങോട്ടും 3 ദിവസം ഈ തണുപ്പത്ത് കൂടി ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോയി. പലതരം പ്രതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യമാണിത്, സാക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ പോയതെന്നറിയാമോ? എത്ര കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയാലും അവൻ്റെ ഉള്ളിൽ ഒരു തീർച്ചയുണ്ട്, ഈ അപ്പം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ തിരുശരീരമാണ്. ഹല്ലേലൂയ. ഈ രക്തത്തിൽ അവൻ്റെ ജീവനുള്ള, ഈ വീഞ്ഞിൽ അവൻ്റെ ജീവനുള്ള രക്തമാണ്. ഇതാണ് അഷുറൻസ്, ഇതാണ് കൺവിക്ഷൻ. 3 ദിവസം കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, തോമസേ ബ്രദർ ഇങ്ങ് പോര്, പ്രൈവറ്റായിട്ടാണ് ഞാൻ കുർബാന ചൊല്ലുന്നത്, പക്ഷേ ബ്രദറിൻ്റെ സൗകര്യം അനുസരിച്ച് ഞാൻ കുർബാന ചൊല്ലിത്തരാം. സ്നേഹമുള്ളവരെ, ഇതാണ് ഉറപ്പ്, ഇതാണ് വിശ്വാസം എന്ന് പറയുക. ഇതൊരു ഫീലിംഗ് അല്ല. സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് വരുന്ന നമ്മുടെ ടീമിലൊരു അംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മോൻസി എന്നാണ്. മോൻസി ബ്രദർ. സാമാന്യം അദ്ദേഹത്തിന് 6.5 അടി നീളമുണ്ട്. അദ്ദേഹം വന്ന് വിശുദ്ധ കുർബാന കാണും, മുൻപിൽ വന്ന് നിൽക്കും. 6.5 അടി നീളമുള്ള അദ്ദേഹം വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന പിള്ളേർ പറയും, ചേട്ടാ ഇത്തിരി മാറി ഇന്ന് ഞങ്ങൾക്ക് കൂടെ കുർബാന കാണും. കാരണം അദ്ദേഹത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ, ബാക്കി പിള്ളേരില്ല. പക്ഷെ അദ്ദേഹം വന്ന് എപ്പോഴും മുന്നിൽ വന്ന് നിൽക്കും. ഞാനും പറഞ്ഞു, പുറകെ നിന്നാലും കാണാനില്ല. അപ്പം അദ്ദേഹം വേദനയോട് പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയില്ല, എൻ്റെ അപ്പൻ്റെ ഡെത്ത് ബെഡാണ് അച്ഛാ ഇത്, എൻ്റെ അപ്പൻ്റെ മരണക്കിടക്കയാണ് അച്ഛാ അത്, എൻ്റെ അപ്പൻ അവിടെ കിടന്ന് മരിച്ചതാ. ആ കിടക്കരികിൽ നിൽക്കുന്നത് ഡെത്ത് ബെഡ് ബ്ലെസ്സിങ് കിട്ടാൻ നല്ലതാ അച്ഛാ. മരണശയ്യയിൽ ഒരു അനുഗ്രഹം ഉണ്ട് അച്ഛാ. അതുകൊണ്ട് എനിക്കങ്ങ് ദൂരെ പോയി നിൽക്കാൻ വയ്യ അച്ഛൻ, അതുകൊണ്ട് അച്ഛൻ അനുവദിക്കണം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് പ്രകാരം ഞാൻ ഇനി ഫ്രണ്ടിൽ വന്ന് അങ്ങനെ അങ്ങ് നിൽക്കില്ല, ഞാൻ ഇച്ചിരി വളഞ്ഞ് നിന്നോളാം മാറി. അങ്ങനെ അദ്ദേഹം ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ മരണക്കിടക്കയാണിത് എന്ന ഒരു ഉറപ്പ്, ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ പച്ചകടാതെ കിട്ടും. ഇതാണ് വിശ്വാസം. വലതുകരമർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ വിശ്വാസം ഹൃദയത്തിലുണ്ടാകും, ഉറപ്പുണ്ടാകണം. എൻ്റെ ദൈവം എന്നെ സ്നേഹപൂർവ്വം അവനിലേക്ക് ആകർഷിക്കുകയാണ്. ഞാൻ അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ രൂപത്തിലും ഭാവത്തിലും വളരാൻ ദൈവം അനുവദിക്കുന്ന കാലഘട്ടമാണിത്. എൻ്റെ ശ്രദ്ധ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിലും ഈ ലോകത്തിൻ്റെ ഉൽപ്പാദനങ്ങളിലും ഈ ലോകത്തിൻ്റെ കൗശലങ്ങളിലും കരവിരുതുകളിലും സൗന്ദര്യങ്ങളിലും വീണുപോകരുത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 7, 8, 9 വാക്യം വായിക്കാം. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടങ്ങുകയാണ്. ആര്? നമ്മൾ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഈ ലോകത്തിലെ സൃഷ്ടികളുടെ ഇടയിൽ ജീവിച്ച് ഓടി നടക്കുകയാണ്, അന്വേഷിച്ച് നടക്കുക. എന്ത്? ഏറ്റവും നല്ല പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം, ഇടിവിട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം 2 പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങണം, യൂട്യൂബ് ചാനൽ. ലോകത്തെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞുങ്ങൾ. ഈ ലോകത്തിന്റെ അന്വേഷണങ്ങളിലാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അവരുടെ പ്രത്യാശ മുഴുവനും സ്വർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു, നിത്യതയിൽ നിന്ന് മാറി. കാരണം എന്താണെന്നറിയാമോ? ഈ ദൃശ്യവസ്തുക്കൾ, ഈ പാട്ട്, ഈ സംഗീതം, ഈ ഡാൻസ്, ഇത് വളരെ മനോഹരമാണ്. ഈ സൗഹൃദം, ഈ പ്രണയം, ഈ സൗന്ദര്യം, ഈ മൊബൈൽ, ഈ കാഴ്ചകൾ വളരെ ആകർഷകമാണ്. കണ്ണിന് കൗതുകകരമുള്ള ഇമ്പകരമായ കാര്യം. ആ പഴയ പഴം പെട്ടെന്ന് തീരുന്ന സുഖങ്ങളുടെ പേരാണ് പഴം. വാഴപ്പഴം, ചക്കപ്പഴം പെട്ടെന്ന് തീരുന്ന സുഖങ്ങളാണ് ഇത്. കണ്ണിന് വളരെ ഇമ്പകരമാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അതിൽ ശ്രദ്ധ വയ്ക്കുന്നു, പ്രത്യാശ അർപ്പിക്കുന്നു. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ദൈവവചനം ശ്രദ്ധിക്കണം. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഇതല്ല ന്യായം. ദൈവത്തിന്റെ മുൻപിൽ ന്യായമായ മറ്റൊരു സംഗതിയുണ്ട്. അതാണ് അടുത്ത വചനം. ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ
ഇവരുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? ലോകത്തെ ആരാഞ്ഞ് ലോകത്തെ അന്വേഷിച്ച് ഇതെല്ലാം അറിയുകയാണ്. ചൊവ്വായിൽ പോയി ഹെലികോപ്റ്റർ പറത്തി, അറിഞ്ഞോ നിങ്ങൾ? ചൊവ്വാഗ്രഹത്തിൽ ഹെലികോപ്റ്റർ പറന്നു. ചൊവ്വായിൽ പോയി ഓക്സിജൻ ഉണ്ടാക്കി. ഇവിടെ ഓക്സിജൻ തീർന്നിട്ട് ചക്രശ്വാസം വലിച്ച് മനുഷ്യൻ മരിക്കുകയാണ്. ചൊവ്വായിൽ ചെന്ന് ഓക്സിജൻ സൃഷ്ടിച്ച് ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്താണ്? ഇതാണ് ദൈവത്തിന്റെ വേദന. അതുകൊണ്ടാണ് ദൈവം ഈ അന്വേഷണങ്ങൾക്ക് ഷട്ട് ഡൗൺ ഇട്ടു. ഈ കണ്ടുപിടുത്തങ്ങൾക്ക് ദൈവം താഴിട്ട് പൂട്ടി. നിക്ക് വെയിറ്റ്. ഇതിന്റെ എല്ലാം ഉടയവനായ ഒരുവനുണ്ട്. നീ നിന്റെ അന്വേഷണം അവനിലേക്ക് കൊണ്ടുവരണം. ഇതിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം ഷട്ട് ഡൗൺ ആക്കുന്നത്. ഒരു സെക്കൻഡ് വേവിൻ്റെ ചിന്തയും ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മളെ ദൈവം അവിടുത്തെ സന്നിധിയിലേക്ക് ആകർഷിക്കാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് ദൈവം നമ്മളെ ആകർഷിക്കും. എന്നിട്ട് അവിടുത്തെ ചൈതന്യം, സ്നേഹം, സാന്നിധ്യം നമുക്ക് പങ്കുവെച്ച് തരാൻ. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എങ്കിലേ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ തലയെടുപ്പോടെ നിൽക്കാൻ നമുക്കാവും. ദൈവത്തിന് മുൻപിൽ ഒരിക്കലും നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ ദൈവം മുൻപാകെ തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ ഈ വ്യർത്ഥതയിൽ നിന്ന് ദൈവം നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണിത്. വലത്തേരുമ്പതി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം. ഇപ്പൊ വിശ്വാസം എന്താണ്? ഇതൊരു കൺവിക്ഷനാണ്, ഇതൊരു ഉറപ്പാണ്, അഷുറൻസ് ആണ്. കല്യാണത്തിൽ എൻ്റെ ഒരു നീസിൻ്റെ കല്യാണം 10 ദിവസത്തിന് മുമ്പ് നടന്നു. എന്നാ അഷുറൻസാണ്. ഇന്നലെ 10 ദിവസത്തിന് മുമ്പ് വരെ 2 വീട്ടിലായിരുന്ന 2 പേര് തമ്മിൽ മിനിഞ്ഞാന്ന് ഞാൻ കണ്ടപ്പോൾ എന്തൊരു ഉറപ്പാണിവർ. ഇതാണ് എൻ്റെ ജീവിത സഖി, എനിക്കൊരു ജീവിതം കിട്ടും, എന്തൊരു തീർച്ചയാണ്. പ്രിയപ്പെട്ടവർ, വിവാഹം എന്ന ബന്ധത്തെ, ഉടമ്പടിയിൽ എന്തൊരു തീർച്ചയാണ്, എന്തൊരു ഉറപ്പാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. പരിശുദ്ധാത്മാവ് തരുന്നൊരു ഗിഫ്റ്റാണിത്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നത്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. കാരണം അവൻ അങ്ങോട്ട് ഉറപ്പ് കിട്ടി. എന്താണെന്നറിയാമോ? ഇതാണ് എൻ്റെ ജീവിത സഖി. ഈ അഷുറൻസിന്റെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസം. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാർഡിനൽ സ്യൂനൻ എന്ന് പറയുന്ന ഒരു കർദിനാളുണ്ട്. ഈ കർദിനാള് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറഞ്ഞാണ്. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വീടിന് തീ പിടിച്ചത് അദ്ദേഹം കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയണം, അദ്ദേഹത്തിൻ്റെ ഇടവകയിലുണ്ടായിരുന്ന, അദ്ദേഹം വൈദ്യനായിരുന്നപ്പോൾ ഇടവകയിൽ ഒരു വീടിന് തീ പിടിച്ചു. അപ്പോൾ തീ പിടിച്ചപ്പം ഈ മാതാപിതാക്കൾ 2 കുഞ്ഞുങ്ങളുണ്ട്, പൊടിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ 4 വയസ്സുകാരനെ പയ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇവർ ഈ തീ കണ്ടിട്ട് ഉറക്കം വരുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മോനെ എടാ വാടാ, ഇറങ്ങി ഓടറാ, താഴെ വാടാന്ന് പറഞ്ഞു. ഇവന് കണ്ണൊക്കെ തിരുമ്പി വന്നപ്പോഴത്തേന് പുക കൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവൻ മുകളിലോട്ട് അങ്ങ് ഓടി, ടെറസിൻ്റെ മുകളിലോട്ട്. അവിടെ ചെന്നപ്പോൾ അതിനേക്കാളും പുക. താഴെ ഗാർഡനിൽ നിന്ന് അപ്പം പറഞ്ഞു, മോനെ ജോണി താഴെയിട്ട് പാടാം, ഇവിടെ താഴെയിട്ട് ചാടറ. അപ്പം പറഞ്ഞു, പപ്പ എനിക്ക് പപ്പയെ കാണാൻ പറ്റുന്നില്ല, പപ്പ എവിടാ? അപ്പോൾ പപ്പ പറഞ്ഞത്രേ, മോനെ നിനക്കെന്നെ കാണാൻ പറ്റത്തില്ല എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് നിന്നെ കാണാൻ പറ്റും, നീ ചാടറാന്ന് പറഞ്ഞു. 2 കൽപ്പിച്ച് പയ്യൻ എടുത്തിയാടി അപ്പൻ്റെ കയ്യിലേക്ക് തന്നെ. ദിസ് ഈസ് കോൾഡ് അഷുറൻസ്. കർഡിനൽ പറയുന്നത് ഇതാണ് വിശ്വാസം. ഈ ലോകത്തിൽ ആളുകൾ പറയുന്നു, അപ്പാ ദൈവമേ നീ എവിടാ, കാണുന്നില്ലല്ലോ, ദൈവം ഇല്ലേ? ദൈവം പറയുന്നുണ്ട്, മകനെ നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, എൻ്റെ കയ്യിലേക്ക് ചാട്, ഞാൻ നിന്റെ അടുത്തുണ്ട്, ചാട്. നമ്മൾ പിന്നെ മുകളിലോട്ട് പോവാം. ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങളിലല്ല പ്രിയപ്പെട്ടവർ നമ്മുടെ ശ്രദ്ധ. Faith is a leap into darkness. ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടത്തിൻ്റെ പേരാണ് വിശ്വാസം. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, എൻ്റെ ദൈവം എന്നെ കാണുന്നു, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, ഈ ഉറപ്പ് കിട്ടണം. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും, എന്നെ വീണ്ടെടുത്തുകൊള്ളും. ഈ ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളിൽ നിന്ന് മാറി നടക്കാനുള്ള ക്ഷണമാണ് ഈ കാലഘട്ടം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഇത് ദൈവം നമുക്ക് വേണ്ടി തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശ്വാസം
ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി വിശ്വാസമില്ലാത്തവരെന്ത് ചെയ്യണം? ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഇതൊരു ഫീലിംഗ് അല്ല, ഇതൊരു വികാരമല്ല, ഇതൊരു തോന്നലല്ല, ഇതൊരു ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം കുറഞ്ഞവർ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഉടനെ ഈശോ പറഞ്ഞില്ല 10 steps ഓഫ് ഡെവലപ്പിംഗ് ഫെയ്ത്ത്. വാ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞില്ല. ശിഷ്യന്മാർ വന്ന് ഈശോയോട് ചോദിച്ചു, ഈശോ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഉടനെ ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് ഇളകി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചേനെ. നിങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഈ പാവങ്ങൾ വന്ന് ചോദിച്ചത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നല്ലേ? അപ്പോൾ ഈശോ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കടുകുമണി പോലും വിശ്വാസം ഇല്ലടാ നിനക്കൊന്നും. എന്താ അങ്ങനെ പറയാൻ കാര്യം? സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം. വിശ്വാസം ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ഇതാർക്കും വളർത്തിയെടുക്കാൻ പറ്റില്ല. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ബ്രദർ ഇവിടെ നിർത്തിയിട്ട് വരും, കാലിനെ ഒരു വളഞ്ഞിരിക്കാൻ അല്ലേ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. പിന്നെ നോക്കുമ്പോൾ അത് തന്നെയാണ്. പ്രാർത്ഥിക്കുകയാണ് ബ്രദർ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പിന്നെയും പ്രാർത്ഥിച്ചു, പിന്നെയും കാലം അങ്ങനെ തന്നെ ഇരിക്കണം. ശരിയല്ലേ? വീണ്ടും അവസാനം സഖി ഇട്ടിട്ട് ബ്രദർ പറയും, നിങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായി സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല ഇതിൻ്റെ കാര്യം. ഇത് നമുക്കിങ്ങനെ അന്നേരം വളർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. അപ്പാ, ഒരു ഉറപ്പ് തരണം എൻ്റെ ഹൃദയത്തിൽ, ചങ്കിൽ. ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ മുഴുവൻ പാളിച്ചകൾ സംഭവിച്ചാലും എനിക്ക് ഒരു ഉറപ്പ് കിട്ടണം. പേടിച്ച് നിലവിളിച്ച് അരണ്ട് നടക്കാതെ എൻ്റെ തമ്പുരാൻ എനിക്കുണ്ട്, ഇത് മതി, എനിക്ക് ഇത് മതി. ഇതാണ് വിശ്വാസം. സ്നേഹമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സമയം പരിമിതമാണ്, അതുകൊണ്ട് നമുക്ക് ഈ ആരാധന പൂർത്തിയാക്കുകയാണ്. നമുക്കറിയാം 9 മണിക്ക് മുമ്പ് നമുക്ക് വീട് തിരികെ എത്തേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ള സമയം ഇവിടെ വളരെ ശക്തമായ പ്രാർത്ഥനകൾ കർത്താവ് ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ വികാരണനാഥൻ്റെ മുൻപിൽ കുറേ പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഉയർത്തുന്നത്? മറ്റൊന്നിനും കൊണ്ടല്ല. അവർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു അഷ്വറൻസ്, ഒരു തീർച്ച, ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും ഇതിനെ നേരിടാൻ പറ്റില്ല. ഈ പ്രതിസന്ധി കാലഘട്ടത്തെ നേരിടാൻ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പറ്റില്ല. അവർക്കൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്താണെന്നറിയാമോ? സർവശക്തനായ ദൈവം തൻ്റെ തുളയ്ക്കപ്പെട്ട കരം കൊണ്ട് ആശീർവദിച്ചാലേ 4 വായ്ക്കൾ 4 ദിക്കുകൾ ആശീർവദിക്കപ്പെടുകയുള്ളൂ. ഈ കെട്ട ഊർജം ഇവിടെ നിന്ന് മാറിപ്പോകണമെങ്കിൽ ദൈവത്തിൻ്റെ സർവശക്തി ഇറങ്ങണം. ദൈവം ഈ ലോകത്തിൻ്റെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ, താല്പര്യങ്ങളെ, ഇൻട്രസ്റ്റുകളെ മാറ്റിമറിക്കും. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും, ഈ ലോകത്തിൻ്റെ ഉൽപ്പാദനങ്ങളും, ഈ ലോകത്തിൻ്റെ ബിസിനസ്സും, ഈ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയും ഐശ്വര്യവും ഓട്ടങ്ങളും പടയോട്ടങ്ങളും തേരോട്ടങ്ങളും രഥയോട്ടങ്ങളും ഒന്നും അല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതറിയുന്ന നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനും കൂടുതൽ ദൈവത്തോടെടുക്കാനും ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണനായിരിക്കാൻ ഒരു അഭിഷേകം നമുക്കുണ്ടാകണം. അതിനാണ് ഈ പ്രാർത്ഥനകൾ ഇവിടെ ഒരുക്കുന്നത്. നിങ്ങൾക്ക് പെന്തിക്കോസ്തിക്ക് വേണ്ടി ഒരുക്കുന്ന ഈ കാലയളവിൽ നമുക്കും ഈ ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാം. അല്പനേരമൊക്കെയെങ്കിലും നമ്മളും വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ ഈ സമയങ്ങളിൽ 1-2 മണിക്കൂർ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ല എങ്കിൽ പ്രശ്നം വരുന്നത് കുറച്ച് കഴിയുമ്പോൾ നേരിടാൻ പറ്റാതെ പോകും കാര്യങ്ങൾ, കൈവിട്ടു പോകും കാര്യങ്ങൾ. ഇന്നും ഒരു 4-5 കേസുകൾ എന്നെ വിളിച്ചു. കഴിഞ്ഞ വർഷം വരെ രാജാക്കന്മാരായിരുന്നു, എന്തൊരു ധൈര്യമായിരുന്നു, കഴിവിലെന്ത് വിശ്വാസമായിരുന്നു, എന്തൊരു കണക്കുകൂട്ടലുകളായിരുന്നു. മുഴുവൻ താളം തെറ്റി. രണ്ടാമത്തെ ഈ സെക്കൻഡ് വേവോടുകൂടി തകർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് പോയാൽ രക്ഷപ്പെടില്ല. അത് കർത്താവിന് കാണിക്കണം. കർത്താവ് അത് തെളിയിക്കും. യു ഹാവ് ടു ചേഞ്ച് ദ ഫോക്കസ് ഓഫ് അറ്റൻഷൻ. അതിൻ്റെ പേരാണ് മെറ്റനോയ്യ, മാനസാന്തരം. കുറെ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് മാനസാന്തരപ്പെടണമെന്നില്ല.
ഒരു പാട്ട് പാടി എന്നതുകൊണ്ട് മാനസാന്തരം വരണമെന്നില്ല. കുറേ നേരം നമ്മൾ ജപമാല ചൊല്ലി എന്നതുകൊണ്ട് മാനസാന്തരമല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയത് കൊണ്ട് മാനസാന്തരം സംഭവിക്കണമെന്നില്ല. നമ്മുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്ന ഒരു നീതിയായി മാറണം. നിന്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം, പ്രയോറിറ്റി, അത് കർത്താവായി മാറണം. അത് കഴിഞ്ഞേ ബാക്കി എല്ലാം ഉള്ളൂ എന്ന് പറയാനൊരു ആർജവത്വം നീ എന്ന് ഏറ്റെടുക്കുന്നു. അതിൻ്റെ പേരാണ് വിശുദ്ധി. ദൈവം കഴിഞ്ഞിട്ട് മതി എനിക്ക് ബാക്കി എല്ലാം എന്ന് പറയാൻ നിന്നെ ദൈവം ഒരിക്കൽ ഒരുക്കും. അതുവരെ നമ്മൾ ജീവിച്ചിരുന്നാൽ. അതുകൊണ്ട് ഈ സാഹചര്യം ദൈവം തരുന്നത് വിലക്കെടുക്കണം. മനസാന്തരം എന്ന് പറയുന്നത്, മെറ്റനോയ്യ എന്ന് പറയുന്നത്, ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ ഒരു കൃപ കിട്ടുക. അത് കഴിഞ്ഞ് മതി ബാക്കിയല്ല. അത് കഴിഞ്ഞ് മതി ജീവിതസഖി, അത് കഴിഞ്ഞ് മതി കുഞ്ഞുങ്ങൾ, അത് കഴിഞ്ഞ് മതി ജോലി, പണം, അധ്വാനം, കഴിവ്. എൻ്റെ ദൈവം കഴിഞ്ഞിട്ട് മതി. ഇല്ലാത്തവരൊന്നും മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നേ. ഇല്ലാത്തവരൊക്കെ വെറുതെ ഓളങ്ങൾക്ക് മീതെ ഒതളങ്ങാ പോലെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ ചെറിയ യാചകണമേ, 10,000 പേര് കൂടി നടന്നെടുത്ത ഈശോയ്ക്കറിയാം ഒരു 16 പേര് മാറി നടക്കുന്നുണ്ട്. അവർക്ക് രാജ്യം കൽപ്പിച്ചു കൊടുക്കാൻ എൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. മനസാന്തരം സംഭവിക്കട്ടെ. ഇനിയും ഒരവസരം, കൂടുതൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒട്ടും നേരിടാൻ പറ്റാതെ നാം തകർന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അവനിലേക്ക് കൊണ്ടുവരും.